അനുഗ്രഹത്തിൻ അധിപതിയേ അനന്തകൃപ പേരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലെൻ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പേരും നദിയേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ടടിനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജനുവരി മാസത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അത്ഭുത അതിശയമായി ഞങ്ങളെ ഓരോ നിമിഷവും നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾക്ക് മുൻപും പിൻപും ഇടവും ബലവും ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ. വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തനർത്ഥത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും ഞങ്ങളെ പിടിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന നന്ദി ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവമേ, ഇന്ന് പകൽക്കാലം വേണ്ടുന്ന നന്ദി ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ പാദപീഠം ചേർന്നിരിപ്പാൻ ഇടയാക്കുമാറാകണം. അങ്ങയെ ആരാധിപ്പാൻ ഇടയാക്കുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കുമാറാകണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കുമാറാകണം. ഒരു ശത്രു ഞങ്ങളെ കാണുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. ഒരു ദുഷ്ടപോരുകൾ ഞങ്ങളുടെ നേരെ കടന്നു വരാതെ സ്വർഗ്ഗം ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിലും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിലും ആയിരിക്കണം കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ഇതിൽ ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കളെ അറിയുന്ന കർത്താവാ. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും തിരുവചനമാണ് അപ്പൻ്റെ. ഹല്ലേലൂയ. കർത്താവ്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരിക കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ, അനാഥരെയും വിധവകളെയും സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ പരീക്ഷ എല്ലാം എൻ്റെ കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു തരിക. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി പഠിക്കുവാൻ ഇടയാക്കണം. അവരുടെ പരീക്ഷകളിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണം. വലിയ മാർക്കോടെ പാസ്സാകാൻ സഹായിക്കുമാറാകണം. വിവിധ കോഴ്സുകളുടെ പരീക്ഷ കർത്താവ് ഈ ദിവസങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ പരീക്ഷ നടക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. നല്ല ബുദ്ധിയാലോചന അപ്പച്ചൻ കൊടുക്കണം, ഓർമ്മശക്തി കൊടുക്കണം. അവരുടെ പരീക്ഷകൾ കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിക്കണം. നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ കർത്താവേ. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാങ്ങല്ലാതെ ഞങ്ങൾക്ക് സഹായിപ്പാൻ മറ്റാരുമില്ല ദൈവമേ. അങ്ങയുടെ മുഖം നോക്കുന്നവരാരും ഒരു നാൾ ലജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല കർത്താവേ. തൻ്റെ മക്കളുടെ മുഖത്തെ ആദരിക്കുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പുറമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ കർത്താവെ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുക.
അങ്ങ് നല്ലവനാ, വലിയവനാ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. ആരോഗ്യത്തോടും ബലത്തോടും ജോലി ചെയ്യുവാനും നന്മകളെ പ്രാപിപ്പാനും സഹായിക്കുമാറാകണം. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. സന്തോഷത്തോടും ദൈവകൃപയോടുമായിരിക്കാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ, അവിടുത്തെ സമാധാനം ഓരോ കുടുംബത്തിനും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ടപ്പാ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവെ. ആ മക്കളുടെ ഭവനത്തെ തമ്പുരാൻ അറിയുന്നല്ലോ. അവരുടെ കുടുംബത്തിൽ വേണ്ടുന്നതെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ കൊടുക്കണമേ. ശാരീരികമായും മാനസികമായും ബലപ്പെടുത്തണമേ. ആത്മീകമായും ഭൗതികമായും അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെ കൊടുത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഭാരവും ഒഴിഞ്ഞ് സ്വസ്ഥരായ ദൈവത്തെ മഹത്വപ്പെടുത്താനും കുടുംബങ്ങളെയൊക്കെ സഹായിച്ചാട്ട് കർത്താവെ. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. എല്ലാ സമാധാനത്തിലും അനുഗ്രഹത്തിലും ഓരോ മക്കളെയും നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കട്ടെ. ഓരോ മക്കളുടെയും യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖകരമായ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്നെത്തിക്കണമേ. യാത്ര ചെയ്ത് സുഖകരമായി എത്തിയ മക്കൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വീണ്ടും ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകരത്തിൽ വഹിക്കണം. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഉള്ളംകരത്തിൽ വഹിക്കണം. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ കർത്താവ് സൂക്ഷിക്കണം. എല്ലാവിധ ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ അപ്പാ. ഓരോ ജീവിതങ്ങളോടും മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും വടിയൻ പേരുപേരായി സമർപ്പിക്കുന്നു. നാഥ, ഓരോ വാഹനത്തിലും എൻ്റെ അപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ കർത്താവേ. സ്തോത്രം 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 അപ്പാ. ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗവും അപ്പച്ചൻ്റെ കരങ്ങളിലൊന്ന് തരട്ടെ. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നല്ലൊരു ശേഷിപ്പ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മക്കളായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ആരുടെയും വാങ്ങുന്നവരായി തീരുവാൻ അനുവദിക്കാതെ വണ്ണം കൊടുക്കുന്ന മക്കളായി തീരുവാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്തോത്രം. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളുടെ ബിസിനസ്സിനെയൊക്കെ അനുഗ്രഹിക്കണമേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് തൃപ്തിയോടെ നടത്തണമേ കർത്താവേ. ചില പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. എല്ലാം അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം ഇന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവം ആ ജീവപര്യന്തം വഴി നടത്തുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കണം തന്നെ മക്കളുടെ ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങളെയും കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നന്ദി പിതാവേ, സ്തോത്രം. ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻഭാഗത്തായിരുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവേ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, കർത്താവേ, പൊന്നുകരം ചേർത്ത് പിടിക്കണേ, പൊന്നുചേരം ചേർത്ത് പിടിക്കണേ. അത്ഭുത വിടുതൽ അയക്കണമേ. സൗഖ്യത്തോടെ കാത്തോണേ കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി കരുണയ്ക്കായി യാചിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ആ കരുണകളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രപ്പാ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലി വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. അവിടുത്തെ സമാധാനവും പ്രത്യാശയും ഓരോ മക്കൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണമപ്പാ. അത് ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകിയാൽ ഓരോ മക്കളുടെ മേലും അവിടുത്തെ സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും കൃപയുടെയും കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചാട്ട് കർത്താവ് ആ പൊന്നുകരത്തിനുള്ളിൽ ഞങ്ങളെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. വിടുവിക്കുന്ന നാമമാണ്, ശക്തീകരിക്കുന്ന നാമമാണ്, ശുദ്ധീകരിക്കുന്ന നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സൗഖ്യം തരുന്ന നാമമാണ്. ഈ നാമത്തിൽ മേലായ ഒരു നാമമില്ലല്ലോ കർത്താവേ. അത് യേശുവിൻ്റെ നാമമാകിയാൽ അത് ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, രുചിച്ചറിഞ്ഞതാ കർത്താവേ. വീണ്ടും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന തൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. കടഭാരമുള്ള മക്കളെ വിടുവിക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് നല്ല തക്ക തുണയൊരുക്കി അവർ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന പൈതങ്ങളോട് കരുണ കാണിക്കണമേ. കാനാവിലെ വിവാഹം പോലെ ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠകരമാക്കി എല്ലാം കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നപ്പാ.
ഞങ്ങൾക്ക് ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്ന് നടപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ അവിടുന്ന് അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളോട് കർത്താവ് ഇടപെടണേ, സംസാരിക്കണേ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുതരണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അവിടുന്ന് എല്ലാ വിഷയത്തിന്മേലും മറുപടി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.